15ാം നിയമസഭയുടെ അവസാന സമ്മേളനം, അതായത് 16ാം സമ്മേളനം തുടങ്ങിയിരിക്കുകയാണ്. അതിലേക്ക് പുതിയതായി 3 വനിതാ അംഗങ്ങളെ ചെയർപേഴ്സൺമാരായിട്ട് സ്പീക്കർ നാമനിർദ്ദേശം ചെയ്തതിൽ കോൺഗ്രസിന്റെ തൃക്കാക്കര MLA ഉമാ തോമസും സ്ഥാനം കൈപ്പറ്റിയിരിക്കുന്നു. അതായത് ആകെ 3 ചെയർപേഴ്സൺമാരെയാണ് നിയമിച്ചിരിക്കുന്നത്. അതിൽ ഇടതുപക്ഷത്തിൽ നിന്നും കൊങ്ങോട് MLA ശാന്തകുമാരിയും ആറ്റിങ്ങൽ MLA അംബികയുമുണ്ട്. അവരോടൊപ്പമാണ് UDFന്റെ MLA ഉമാ തോമസും സ്ഥാനം പിടിച്ചിരിക്കുന്നത്. UDFന്റെ ഭാഗത്ത് നിൽക്കുന്ന KK രമ ഇതിനു മുൻപ് തന്നെ ആ സ്ഥാനത്ത് നിയമിക്കപ്പെട്ട ഒരു MLA ആണ്. ഏതായാലും നിയമസഭയുടെ കാലാവധി കഴിയുന്നതിന് 3 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഉമാ തോമസിനെ തേടി ഇങ്ങനെയൊരു സ്ഥാനം എത്തുന്നത്. നമുക്കറിയാം, PT തോമസിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉമാ തോമസ് MLA സ്ഥാനത്തേക്ക് വരുമ്പോൾ അവർക്ക് രാഷ്ട്രീയത്തിന്റെ വലിയ പാഠങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. PT തോമസ് എന്ന ആദർശ പുരുഷന്റെ ശിക്ഷണത്തിലും പരിചരണത്തിലും വളർന്ന പ്രിയപ്പെട്ട പ്രിയതമ എന്നതിനപ്പുറം ഒരു സ്ഥാനങ്ങളും രാഷ്ട്രീയത്തിൽ അവർ വഹിച്ചിരുന്നില്ല. പണ്ട് മഹാരാജാസ് കോളേജ് ക്യാമ്പസിലെ KSU വനിതാ നേതാവ് എന്നതിനപ്പുറം രാഷ്ട്രീയ കളരിയിലെ പോരാട്ടമെല്ലാം PT തോമസിന്റെ ജീവിത സഖ്യാകുന്നതോടുകൂടി അവസാനിച്ചു എന്ന് തന്നെ പറയാനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ജീവിത സായാഹ്നത്തിൽ അവർ PT തോമസ് എന്ന ആദർശ പുരുഷന്റെ പേര് കേരളത്തിന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ ഈ അംഗീകാരം കൂടിയാകുമ്പോൾ ആ പേര് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെട്ടു എന്ന് തന്നെ പറയണം. 15ാം നിയമസഭയുടെ 16ാമത് സമ്മേളനം ജനുവരി 20-നാണ് ആരംഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണെങ്കിലും 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് സഭയിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്ത് പാസാക്കുക എന്നതുമാണ് പ്രധാന അജണ്ട. ജനുവരി 20 മുതൽ മാർച്ച് 26 വരെയുള്ള കാലയളവിൽ ആകെ 32 ദിവസം സഭ ചേരും. സമ്മേളന കലണ്ടർ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ളത് ജനുവരി 22, 27, 28 തീയതികളിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിനുള്ള പ്രമേയത്തിലുള്ള ചർച്ചയ്ക്കായി നീക്കിവച്ചിരിക്കുന്നു. ജനുവരി 29 വ്യാഴാഴ്ച 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണവും ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയും നടക്കുന്നതാണ്. തുടർന്ന് ഫെബ്രുവരി 6 മുതൽ മാർച്ച് 22 വരെ സഭ ചേരുന്നതല്ല. ഈ കാലയളവിൽ വിവിധ സബ്ജക്ട് കമ്മിറ്റികൾ യോഗം ചേർന്ന് ധനാഭ്യർത്ഥനയുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്നതാണ്. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 19 വരെയുള്ള കാലയളവിൽ 13 ദിവസം 2026-27 വർഷത്തെ ധനാഭ്യർത്ഥന സഭ വിശദമായിട്ട് ചർച്ച ചെയ്ത് പാസാക്കുകയും ചെയ്യും. ഇതിലെല്ലാം ഉമാ തോമസ് അധ്യക്ഷ സ്ഥാനത്ത് നിയോഗിക്കപ്പെട്ട പാനലിൽ പ്രതിനിധിയായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് സ്പീക്കർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്.